സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. 79 സങ്കീർത്തനം. ഇസ്രായേലിനെ മോചിപ്പിക്കണമേ. ദൈവമേ, വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു. അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു. അവരുടെ രക്തം ജലം പോലെ ഒഴുകി. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അയൽക്കാർക്ക് നിന്നാപാത്രമായി. ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഇത് എത്ര കാലത്തേക്ക്? അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ? അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നത് എന്തിന്? അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ബന്ധിതരുടെ ഞരക്കം അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് 7 ഇരട്ടിയായി പകരം ചെയ്യണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽപ്പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയുടെ കൃതജ്ഞത അർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവജനമേ, ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്ക് ആധാരമായിട്ടുള്ളത് സങ്കീർത്തനം 79 അധ്യായമാണ്. ഇവിടെ ആസാഫ് എന്ന സങ്കീർത്തകൻ തൻ്റെ ജനത്തിൻ്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് ദൈവത്തോട് വിലപിക്കുന്നു, പരിതപിക്കുന്നു. തൻ്റെ ജനം ശത്രുക്കളുടെ കൈയാൽ പീഡിപ്പിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം പോലും അശുദ്ധമാക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹൃദയം നൊന്ത് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കാഴ്ച നാം ഈ വരികളിലൂടെ വായിച്ചു കാണുന്നു. അവർ നശിപ്പിക്കപ്പെടുകയും അവരുടെ മൃതദേഹങ്ങൾ കഴുകന്മാർക്കും കാട്ടുജന്തുക്കൾക്കും ഇരയായി തീരുകയും ചെയ്തു. യെരുശലേമിന് ചുറ്റും അവരുടെ രക്തം വെള്ളം പോലെ ഒഴുകി. അവരെ അടക്കുവാൻ പോലും ആരുമില്ലായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ജനത്തിന്മേലുണ്ടായ വലിയ അപമാനമായിരുന്നു. ഈ ദുരന്തം അയൽ രാജ്യങ്ങൾക്ക് പരിഹാസത്തിന് കാരണവുമായി തീർന്നു. ഇസ്രായേൽ ജനത അനുഭവിച്ച ഈ മഹാദുരിതം, ഈ ദുരിതം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഫലമായിരുന്നു. എന്നാൽ സങ്കീർത്തകൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവൻ പറയുന്നു, കർത്താവെ, എപ്പോൾ വരെയാണ് നിന്റെ കോപം നീണ്ടു നിൽക്കുക? നിന്റെ അസൂയ അഗ്നി പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുമോ എന്ന് അവൻ വേദനയോടെ ചോദിക്കുന്നു. തങ്ങളുടെ പൂർവികന്മാരുടെ പാപങ്ങൾ ഓർക്കരുതെന്നും തങ്ങളെ സഹായിക്കണമെന്നും അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കാരണം അവർ വളരെ താഴ്ന്നു പോയിരുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അവരെ രക്ഷിക്കണമേ എന്നും അവിടുത്തെ നാമത്തിനു വേണ്ടി തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നും അവൻ കേണപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകനായ ആസാഫിൻ്റെ ഈ വിലാപം പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ പാപങ്ങളുടെ പരിഹാരത്തിനായി മൃഗബലികൾ അർപ്പിച്ചിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്തിലൂടെ മനുഷ്യരാശിയുടെ പാപങ്ങൾക്കായി നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കായി, ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെ പാപങ്ങൾക്കായി
പൂർണ്ണമായ പരിഹാരം വരുത്തി. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ നമ്മെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിച്ചു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ എൻ്റെ നാമത്തിനു വേണ്ടി എന്നെ സഹായിക്കണമേ എന്ന ആസാഫിൻ്റെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പാപമോചനം നേടുന്നതിലൂടെ പൂർണ്ണമാകുന്നു. തൻ്റെ നാമത്തെ പ്രതി നമ്മെ സഹായിക്കണമെന്ന് നാം അപേക്ഷിക്കുമ്പോൾ അത് പൂർണ്ണമാവുന്നത് നമ്മുടെ കർത്താവിൻ്റെ രക്തം ചിന്തിയ കുരിശിലെ ബലിയിലൂടെയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ വേളയിൽ സങ്കീർത്തനം 79 നമുക്കൊരു താക്കീതും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്ക് അനാദരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഇസ്രായേൽ ജനത ദുരിതത്തിലായതുപോലെ നമ്മുടെ പാപങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവം നമ്മിൽ നിന്ന് അകലുന്നില്ല. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും ആഴമായ മാനസാന്തരത്തിലൂടെ കർത്താവിലേക്ക് മടങ്ങി വരികയും വേണം. നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ എത്രയോ വലുതാണ്. ആ കരുണയിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷവും കർത്താവിൻ്റെ വരവിനായി നാം നമ്മെ തന്നെ ഒരുക്കമുള്ളവരാക്കി നിർത്തണം. നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി വിശുദ്ധമാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം. ഒരു യജമാനൻ തൻ്റെ വേലക്കാരെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് താലന്തുകൾ ഏൽപ്പിച്ച് ദൂരയാത്രയ്ക്ക് പോയതുപോലെ കർത്താവായ യേശുവും തൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഭയത്താൽ തനിക്ക് ലഭിച്ച താലന്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ച വേലക്കാരനെ പോലെ ആവരുത് നാം. വിശ്വസ്തയോടെ വ്യാപരിച്ച് ദൈവത്തിനു വേണ്ടി ലാഭം നേടാൻ, ആത്മാക്കളെ നേടാൻ നമുക്ക് പരിശ്രമിക്കാം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കഴിവുകളെ, സമയത്തെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുക. കുരിശിൻ്റെ മാത്രമുള്ള വിളിയാണത്. കുരിശിലേക്ക് നോക്കുമ്പോൾ അതാണ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ആത്മാവിനെ എപ്പോഴും സജ്ജമാക്കി നിർത്താം. അങ്ങനെ നമ്മുടെ യജമാനൻ മടങ്ങി വരുമ്പോൾ നന്നായി അധ്വാനിച്ച വേലക്കാരെ പോലെ നമുക്ക് അവിടുത്തെ സന്തോഷത്തിൽ, സ്വർഗീയ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ. നാഥ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.